The organization adheres to the procedure for the acquisition of formulary medications. നമ്മളുടെ ഹോസ്പിറ്റലിൽ വെണ്ടർ സെലക്ഷനിലിരുന്ന് റിയോർഡർ ലെവൽ ക്രിയേഷൻസ്, ഇൻറ്റൻറ്റിങ് പ്രോസസ്സ്, പർച്ചേസ് ഓർഡർ ജനറേഷൻ, GR എൻട്രി, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഗ്രേപ്സിൻ്റെ HIMSൽ. സോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വെറുതെ ഒരു ബില്ലടിച്ച് പൈസ വാങ്ങാനും പേഷ്യൻ്റ് ഡീറ്റെയിൽസും കയറ്റാൻ മാത്രമല്ല, ഈ പ്രൊക്വയർമെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡേറ്റ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന വെൻഡർ ഇവാലുവേഷൻസ് അതിൽ അവൈലബിൾ ആണ്. നോർമലി മാനുവലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് വെൻഡർ ഇവാലുവേഷൻ എങ്കിൽ ഗ്രേപ്സിൽ അത് ഒരു AI എനേബിൾഡ് ആയിട്ട് തന്നെ വെൻഡർ ഇവാലുവേഷൻ ഉണ്ട്. റീഓർഡർ ലെവൽ മാനുവലി ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻ പണ്ടേ ഉണ്ട്. നമുക്ക് ഇപ്പോൾ അത് AI എനേബിൾഡ് ആയിട്ട് റീഓർഡർ ലെവൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിക്സ് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യാൻ ഗ്രേപ്സിന് കേപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ പോകുകയാണെങ്കിൽ സ്റ്റോക്ക് ഔട്ട്സ് ഉണ്ടാകാതെ സോഫ്റ്റ്വെയർ നോക്കിക്കോളും. എന്നാലും മറ്റനേകം കാരണങ്ങൾ സ്റ്റോക്ക് ഔട്ട്സിനുണ്ടാകാം. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ ഒരു ഓർഗനൈസേഷൻ ഇത് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ പാർട്ടായിരിക്കണം. സോ MOM 2E 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻ്റ് 2ാമത്തെ സ്റ്റാൻഡേർഡിൽ അതിങ്ങനെയാണ് പറയുന്നത്: നമ്മളുടെ ഓർഗനൈസേഷൻ ഒരു കൃത്യമായ പ്രൊസീജിയറിനാൽ അത് മുറുകെ പിടിച്ച് ആണ് നമ്മുടെ മരുന്നുകൾ വാങ്ങുന്ന സംവിധാനം നടപ്പിലാക്കേണ്ടത്. മരുന്ന് വാങ്ങുന്നതിന്, റീഓർഡർ ഫിക്സ് ചെയ്യുന്നതിന്, ഈ ഇൻറ്റൻറ്റിങ് അപ്രൂവ് ചെയ്യുന്നതിന്, നമ്മുടെ ഇൻറ്റൻറ്റിങ് അപ്രൂവലൊക്കെ മാനേജ്മെൻറ്റ് ലെവലിൽ MIS സോഫ്റ്റ്വെയറിലേക്ക് കണക്റ്റഡ് ആണ്. ഈവൻ നമ്മുടെ GR എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്രൂവലും അക്സെപ്റ്റൻസും MISലേക്ക് കണക്റ്റഡ് ആണ്. നമ്മുടെ ഒരു പർച്ചേസ് കമ്മിറ്റി, എത്തിക്സ് കമ്മിറ്റി, ദെൻ ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന് അത് ആക്സസിബിൾ ആണ് ആൾറെഡി. സോ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ മുറുകെ പിടിച്ച് വേണം ഒരു പ്രൊസീജിയർ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ ആ പ്രൊസീജിയർ എഴുതി വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള കണക്ക് പോകരുത്. ഇതൊരു കമ്മിറ്റ്മെൻ്റ് ആണ് MOM 2E.